ഹ്യൂമൻ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ, ദ ട്രോപ്പിക്കൽ ആൻഡ് ദി സബ് ട്രോപ്പിക്കൽ റീജിയൻ. മനുഷ്യർ പരിസ്ഥിതിയുമായി ഇടപഴകുകയും നിരവധി കാര്യങ്ങൾക്കായി അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ആമസോൺ ബേസിൻസിലെ ആമസോൺ തടത്തിലെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. സ്പാനിഷ് പര്യവേക്ഷകനായ വിസന്റ് യാനസ് പിൻസൺ ആണ് ആമസോൺ നദി കണ്ടെത്തിയത്. ഇക്വേറ്ററിനോട് ചേർന്നുള്ള 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ട്രോപ്പിക്കൽ റീജിയണിലാണ് ആമസോൺ ബേസിൻ കാണപ്പെടുന്നത്. ആമസോൺ നദിയും ഈ റീജിയണിലൂടെയാണ് ഒഴുകുന്നത്. ബ്രസീലിൻ്റെ ഭാഗങ്ങളിലും പെറുവിൻ്റെ ചില ഭാഗങ്ങളിലും ബൊളീവിയ, ഇക്വാഡോർ, കൊളംബിയ, വെനിസ്വലയുടെ ചെറിയൊരു ഭാഗത്തു കൂടിയാണ് ആമസോൺ നദി ഒഴുകുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇക്വേറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നതിനാൽ വർഷം മുഴുവനും ചൂടും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയായിരിക്കും ആമസോണിൽ. കനത്ത മഴയും ഈർപ്പവുമുള്ള കാലാവസ്ഥയും ഉണ്ട്. ഇനി മഴക്കാടുകൾ, റെയിൻ ഫോറസ്റ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കനത്ത മഴ പെയ്യുന്നതിനാൽ ഈ പ്രദേശത്ത് ഇടതൂർന്ന വനങ്ങൾ വളരുന്നു. ഇലകളും ശാഖകളും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇടതൂർന്ന മേൽക്കൂരയിൽ കാടുകൾ വളരെ നിബിഡമാണ്. അതിനാൽ സൂര്യപ്രകാശം നിലത്ത് എത്തുന്നില്ല. മഴക്കാടുകൾ ജന്തുജാലങ്ങളാൽ സമ്പന്നമാണ്. ആയിരക്കണക്കിന് ഇനം പ്രാണികളുടെ ആവാസ കേന്ദ്രമാണ് ആമസോൺ ബേസിൻ. പീപ്പിൾ നോക്കുകയാണെങ്കിൽ വനങ്ങൾ വെട്ടിത്തെളിച്ച് ചെറിയ പ്രദേശങ്ങളിൽ മനുഷ്യർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. വനങ്ങൾ കത്തിച്ചും മരങ്ങൾ വെട്ടിയും കൃഷി നടത്തുന്നു. വികസന പ്രവർത്തനങ്ങൾ വൈവിധ്യമാർന്ന മഴക്കാടുകളെ ജൈവികമായി ക്രമേണ നാശത്തിലേക്ക് നയിക്കുന്നു. ഗംഗ ബ്രഹ്മപുത്ര ബേസിനിലെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ പോഷക നദികളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഗംഗ ബ്രഹ്മപുത്ര തടം നിർമ്മിക്കുന്നു. ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ്, മലനിരകൾ, താഴ്വരകൾ, ഹിമാലയ, സുന്ദർബൻസ് ഡെൽറ്റയുമാണ് ഈ പ്രദേശത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. തടപ്രദേശത്തിന് വ്യത്യസ്ത ഭൂപ്രകൃതിയാണ്. കുത്തനെയുള്ള ചരിവുകളുള്ള വാസയോഗ്യമല്ലാത്ത പർവ്വത പ്രദേശങ്ങളായിട്ടുള്ള ഭൂപ്രദേശവും ഇതിനുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. ലഭ്യമായ പരന്ന ഭൂമിയിൽ കൃഷി ചെയ്യാനായി അവർ ഉപയോഗിക്കുന്നു. ഗോതമ്പ്, ചോളം, സോർഗം, പയർ, തിന എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന വിളകൾ. ഭൂപ്രകൃതിയുടെ തരമനുസരിച്ച് പ്രദേശത്തിൻ്റെ സസ്യങ്ങളുടെ ആവരണവും വ്യത്യാസപ്പെടുന്നു. ഗംഗ ബ്രഹ്മപുത്ര ബേസിനിൽ പലതരം വന്യജീവികളുണ്ട്. ഡെൽറ്റ പ്രദേശങ്ങളിൽ ബംഗാൾ കടുവ, മുതലകൾ, ചീങ്കണ്ണികൾ തുടങ്ങിയവ കാണപ്പെടുന്നു. മത്സ്യവും അരിയുമാണ് ജനങ്ങളുടെ പ്രധാന ആഹാരം. ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൽ അലഹബാദ്, കാൺപൂർ തുടങ്ങിയ നിരവധി വലിയ പട്ടണങ്ങളും വാരണാസിയും ലഖ്നൌവും പോലെയുള്ള നഗരങ്ങളും ഉണ്ട്. 4 തരം ഗതാഗത മാർഗങ്ങളും ഗംഗ ബ്രഹ്മപുത്ര തടത്തിൽ വികസിച്ച് വന്നിട്ടുണ്ട്. ഈ പ്രദേശം നല്ലൊരു ടൂറിസം മേഖല കൂടിയാണ്.